അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. രണ്ടു തരത്തിൽ അർത്ഥം പറയാനുള്ളതിന് ഇപ്പൊ ഏതാ ശരിയെന്ന് ചോദിച്ചറിയില്ല. കാരണം ഇതിനെപ്പറ്റി ശങ്കരാചാര്യ നേരെ ആ ഭാഗം വ്യാഖ്യാനിച്ചിട്ടുമില്ല. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തില് ഈ ഭാഗങ്ങളില്ല. ഒന്നാമത്തെ അധ്യായം അദ്ദേഹം ഭാഷ്യം ചെയ്തിട്ടില്ല. അപര്യാപ്തം തദസ്മാകം ബലം, നമ്മളുടെ ബലം, നമ്മുടെ സൈന്യത്തിന്റെ ബലം, കൗരവന്മാരുടെ ബലം അപര്യാപ്തമാണ്. പാണ്ഡവന്മാര്, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ സൈന്യം പര്യാപ്തമാണ്. ഈ രണ്ടു തരത്തിൽ അർത്ഥം പറയാം. നമ്മളുടെ സൈന്യം അപര്യാപ്തമാണ്, അകത്തില്ലാത്തതാണ്, അതിനോട് പര്യാപ്തമല്ല ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ സൈന്യം എന്ന് പറയാം. അല്ലെങ്കിൽ അപര്യാപ്തം തദസ്മാകം ബലം, നമ്മളുടെ സൈന്യബലം പര്യാപ്തമല്ല, പര്യാപ്തമാണ്. ഭീമനാൽ രക്ഷിക്കപ്പെടുന്നതായ പാണ്ഡവന്മാരുടെ സൈന്യം ബലം പര്യാപ്തമാണ്. ഇങ്ങനെ അർത്ഥം പറയാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മനാൽ, ഭീഷ്മപിതാമഹനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ബലം അപര്യാപ്തമാണ്. ഭീമനാൽ പാലിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ ബലം പര്യാപ്തമാണ്. ഇപ്പൊ രണ്ട് സൈന്യത്തെയും കൂടി കണ്ടിട്ട് ഇതാണ് അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായം. അത് ദുര്യോധന. പിന്നെ അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ്വ ഏവ ഹി, എല്ലാവരും ഭീഷ്മപദാനെ രക്ഷിക്കണം എന്നാ പറയണം. അയനേഷു ച സർവേഷു, എല്ലാ മാർഗങ്ങളിലും അടഞ്ഞു നിന്നിട്ട് യുദ്ധം ചെയ്യാൻ സന്നാഹമായിട്ട് സൈന്യങ്ങളെ നിരത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കൂടി ചോർന്നു പോകരുത്. ഭീഷ്മനാണ് സൈന്യത്തിനെ നയിക്കുന്നത്. ആ ഭീഷ്മന്റെ കൂടെ നിന്ന് നമ്മളെല്ലാവരും അയനേഷു ച സർവേഷു, എല്ലാ മാർഗങ്ങളിലും എല്ലാ ദ്വാരങ്ങളിലും പന്ഥാവിലും യഥാഭാഗം അവസ്ഥിത, വേണ്ടെങ്കിൽ സൈന്യങ്ങളെ നിർത്തണം. എന്നിട്ട് എല്ലാവരും ഭീഷ്മമേവ അഭിരക്ഷന്തു, ഭീഷ്മനെ തന്നെ രക്ഷിക്കണം. ഭവന്തഃ സർവ്വ ഏവ ഹി, എല്ലാവരും ഭീഷ്മപിതാമനെ ഒരു ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ആ ഭീഷ്മപിതാമഹനെ രക്ഷിക്കുന്ന വിധത്തിൽ യുദ്ധം ചെയ്യണം. അതിന് സൈന്യ സന്നാഹങ്ങളെ ഒരുക്കൂട്ടി വെക്കണം എന്നാണ് പറയാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ്വ ഏവ ഹി. തസ്യ സഞ്ജയൻ ഹർഷം ഗുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ സംഘം ദഗ്മൗ പ്രതാപവാൻ. എല്ലാം തയ്യാറായി കഴിഞ്ഞു, യുദ്ധത്തിന് തയ്യാറായി. രണ്ടു പക്ഷക്കാരും വേറെ മാർഗമില്ല, യുദ്ധമില്ലാതെ ഇനി വേറെ മാർഗമില്ല. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇത് കാര്യം, ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇഷ്ടമില്ലാന്ന് കാണിച്ചു അർജുനൻ. അർജുനൻ വില്ലൊക്കെ താഴെ വെച്ച് രഥത്തിന്റെ അവിടെ കയറി ഇരുന്നു, ഇരിപ്പായി. യുദ്ധക്കെടുത്തിന് വില്ലൊക്കെ എടുത്ത്, അമ്പും വില്ലൊക്കെ എടുത്ത് തയ്യാറായിട്ടുള്ള അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. അപ്പൊ അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷെ ഇഷ്ടമല്ല ഇവിടെ കാര്യം, ധർമ്മമാണ് കാര്യം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം. ചെയ്യാതിരുന്നാൽ പാപമുണ്ട്. അവനവന്റെ ധർമ്മം ചെയ്യാതിരുന്നാൽ പാപമുണ്ട്. ക്ഷത്രിയന്റെ ധർമ്മമാണത് യുദ്ധം ചെയ്യാൻ. കൃഷ്ണൻ യുദ്ധം ചെയ്യുന്നില്ലല്ലോ. ഓരോരുത്തരെ ധർമ്മം ചെയ്യുക, അവനവന്റെ ധർമ്മം ചെയ്യുക. പരധർമ്മമോ ഭയാവഹ, മറ്റുള്ളവരുടെ ധർമ്മമല്ല ചെയ്യേണ്ടത്, അവനവന്റെ ധർമ്മമാണ്. സ്വധർമ്മേ നിധനം ശ്രേയ, പരധർമ്മോ ഭയാവഹ. അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കലാണ് നിധനം, അതാണ് ശ്രേയസ്. മറ്റുള്ളവരുടെ ധർമ്മമല്ല, അവനവന്റെ ധർമ്മം ഓരോരുത്തരും അനുഷ്ഠിക്കുക, അതാണ് ശ്രേയസ്. പരധർമ്മോ ഭയാവഹ. മറ്റുള്ളവരുടെ ധർമ്മം നമ്മൾ സ്വീകരിച്ചാൽ അത് ഭയാവഹമാണ്, ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. ഓരോരുത്തർക്കും അവനവന്റെ നിലയ്ക്കുള്ള ധർമ്മം എല്ലാവർക്കും ഉണ്ട്, പണ്ഡിതനും പാമരനും എല്ലാം. അതിന് വർണ്ണാശ്രമങ്ങളില്ല. ഓരോരോ വർണ്ണത്തിനും ആശ്രമധർമ്മത്തിനും അനുസരിച്ചാണ്. സന്യാസിയുടെ ധർമ്മമല്ല ഗൃഹസ്ഥന്, ഗൃഹസ്ഥന്റെ ധർമ്മമല്ല രാജാവിന്. ഓരോരോ ധർമ്മത്തിനും വ്യത്യാസങ്ങളുണ്ട്. പതിധർമ്മം, പുത്രധർമ്മം, മാത്യധർമ്മം, രാജധർമ്മം. രാജാവിന്റെ ധർമ്മം ഒന്ന്, മന്ത്രിയുടെ ധർമ്മം വേറൊന്ന്, ആചാര്യന്റെ ധർമ്മം വേറൊന്ന്,
ബ്രാഹ്മണന്റെ ധർമ്മം വേറൊന്ന്, ഇങ്ങനെ സ്ത്രീകളുടെ ധർമ്മം വേറൊന്ന്, ഭർത്താവിന്റെ ധർമ്മം വേറൊന്ന്, പുത്രന്മാരുടെ ധർമ്മം വേറൊന്ന്. അതിന് ഒരേ വ്യക്തിന് ഓരോരോ സമയത്ത് പല ധർമ്മങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ഒരു വ്യക്തിനെ അച്ഛനായിട്ടൊരു ധർമ്മം, ആ വ്യക്തി മകനാവുമ്പോൾ ഉണ്ടാവുന്ന ധർമ്മം, ആ വ്യക്തി ഗുരുവാകുമ്പോൾ ഉണ്ടാവുന്ന ധർമ്മം, അതേ വ്യക്തി തന്നെ ഭർത്താവായിട്ടിരിക്കുമ്പോഴത്തെ ധർമ്മം. നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒരാൾ തന്നെയാണ് എല്ലാം. മകൾ അച്ഛനെന്ന് വിളിക്കും, അമ്മ മകനെ എന്ന് വിളിക്കും, ഒരാളെ തന്നെ. അപ്പൊ അവിടെ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. ആ ധർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുക, എത്തിപ്പിടിക്കുകയാണ്. എത്താൻ പറ്റാത്ത കാര്യങ്ങളെ ജീവിതത്തിലെ എത്തിപ്പിടിക്കുക. ആ എത്തിപ്പിടിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യബോധത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓർക്കുന്നില്ല. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ അറിഞ്ഞിട്ടല്ല ലക്ഷ്യത്തിലേക്ക് പലപ്പോഴും നമ്മൾ പ്രയത്നിക്കുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് എനിക്ക് എന്തുണ്ടായി, ഞാൻ ഇത്രയും ജീവിതത്തിൽ ആർജിച്ചു, സ്വത്ത് ആർജിച്ചു, യശസ്സുണ്ടാക്കി, സുഖം മാത്രമില്ല. വെട്ടിപ്പിടിക്കാം, ഹിറ്റ്ലറെ പോലെ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാം. മനസ്സിനെ വെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഒരു നിമിഷം മനസ്സിനെ നമുക്ക് നിർത്താൻ പറ്റുമോ? ആ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുമോ? എന്നാ രക്ഷപ്പെട്ടില്ലേ? ഈ ഒരൊറ്റ പ്രശ്നന്റെ മനുഷ്യനെ അലട്ടുന്ന മനസ്സ്. മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്ന മനസ്സ് ഒരേ ഒരു മനസ്സാണ്. ആ മനസ്സിന് നമുക്കൊരു സ്വാധീനമില്ല. മനസ്സ് എന്നുള്ളത് എൻ്റെ മനസ്സാണെങ്കിൽ കൂടി ഞാൻ മനസ്സിന്റെ അടിമയാണ്. ഞാൻ മനസ്സിന്റെ നായകനാവണം. മനസ്സ് എന്റേതാണ്, ഞാൻ മനസ്സിന്റെ നായകനാവണം. ഞാൻ പറഞ്ഞ പോലെ മനസ്സ് പ്രവർത്തിക്കണം. എൻ്റെ ഭൃത്യനാണ് എൻ്റെ മനസ്സ്. അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. സ്ഥിതപ്രജ്ഞസ്യ ഭാഷ. എന്താണ് സ്ഥിതപ്രജ്ഞന്റെ ഭാഷ? എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞ തിരിച്ചറിയുക? ആരുടെ മനസ്സാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്? സസ്യപ്രജ്ഞ പ്രതിഷ്ഠിത ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നു ഇനി ആരുടെ മനസ്സാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഈ മനസ്സ് ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനസ്സ് എന്നുള്ളതിനെ നമ്മളുടെ ഉള്ളിൽ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? പേടിയാവുണ്ടോ? പേടിയാവുന്നുണ്ടോ മനസ്സിനെ മാറ്റുമ്പോ? ഇല്ല. പിന്നെ സുഖമായി. പിന്നെ നമുക്കൊരു മറയില്ലല്ലോ. ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിനെ വേർതിരിക്കുന്നത് ഈ മനസ്സാണ്. ഞാനും ഈശ്വരനെ മനസ്സ് കൽപ്പിക്കുന്നതല്ലേ. ആ മനസ്സിനെ ഇനി എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഞാനും ഈശ്വരനും കൂടിയിട്ട് ഒരേ ഭാവമായി. മനസ്സാണ് അതിന്റെ നിദാനം. ആ മനസ്സിനെ സ്വാധീനിക്കലാണ്. മനസ്സിന്റെ സമാധാനം, ശാന്തി എന്നുള്ളത് മനസ്സിന്റെയാണ്. ഈ മനസ്സമാധാനം ഇല്ലാതെ നമ്മൾ എന്ത് എത്തിപ്പിടിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന്റെ കണക്ക് അനവധി ഉണ്ടാവും. നമുക്ക് ജീവിതത്തിൽ പൂർണ്ണതയാണ് വേണ്ടത്. അത് രണ്ട് ഭാഗത്തോടെ ഭൗതികമായാലും ആധ്യാത്മികമായാലും. ആ പൂർണ്ണത, ഭൗതികത്തിലെ പൂർണ്ണത അതാണ് ഭൗതികത്തിൽ വേണ്ടത്. ആധ്യാത്മികത്തിൽ അതിന്റെ പൂർണ്ണത. രണ്ടും ഒരുപോലെയാണ്. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചേ ശംഖം ദത്മൗ പ്രതാപവാൻ. ശംഖ് പിടിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നത്. പ്രണവധ്വനി, ഓംകാരനാദം അതിങ്ങനെ മാറ്റിക്കൊള്ളാൻ ആകാശത്തിലെ ആ യുദ്ധക്കൾ തയ്യാറായി എന്നുള്ളതിന്റെ സൂചന ശംഖ് വിളിച്ചുകൊണ്ടാണ്. ആരാണ് അവിടെ ശംഖ് വിളിക്കേണ്ടത്? കുരുവൃദ്ധ പിതാമഹ. പിതാമഹനാണ്, ഭീഷ്മ പിതാമഹനാണ് ആദ്യം ശംഖ് വിളിച്ചതെന്നാണ്. എല്ലാവരുടെയും പിതാമഹനാണ് ഭീഷ്മരൻ. ആ ഭീഷ്മാചാര്യര് തസ്യ സഞ്ജനയൻ ഹർഷം. ദുര്യോധന് ഹർഷത്തെ ഉണ്ടാക്കുന്ന വിധത്തില് ദുര്യോധനാണ് രാജാവ്, ഭീഷ്മൻ പിതാമഹനാണ്. ആ പിതാമഹൻ രാജാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ശംഖ് വിളിക്കുക. തസ്യ സഞ്ജനയൻ ഹർഷം. ആ ഭീഷ്മൻ ശംഖിനെ വിളിച്ചു. കുരുവൃദ്ധ പിതാമഹ. കുരു കൗരവന്മാര് വൃദ്ധനായിരിക്കുന്ന ആ പിതാമഹൻ ഭീഷ്മൻ. സിംഹനാദം വിനദ്യോച്ചേ ശംഖം ദത്മൗ പ്രതാപവാൻ. സിംഹനാദത്തോടു കൂടിയിട്ടുള്ള ആ ശംഖിനെ ദത്മൗ ഉറക്കെ ഊതി. യുദ്ധക്കളത്തിൽ നമ്മൾ ആ യുദ്ധക്കളങ്ങനെ കാണണം. നമ്മളൊക്കെ ആ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ആ യുദ്ധത്തിന് തയ്യാറായിട്ട് ആ ശംഖിനെ വിളിച്ച്
എത്തിയില്ല അവിടെ ഭഗവാനും കൃഷ്ണനുണ്ടോ, തയ്യാറായിട്ടുള്ളൂ. അവരുടെ വരവാണ് ഞാൻ എടുത്തത്. കൃഷ്ണൻ ഭഗവാൻ കൂടി വരും. പിന്നെ ശംഖുകളുടെ ഒരു പ്രവാഹമായി. അത് കഴിഞ്ഞ് ഭേരി, പെരുമ്പറ, പണവാ നഖഭൂമുഖ, പലവിധത്തിലുള്ള വാദ്യവിശേഷങ്ങൾ, പണവം, നഖം, ഭൂമുഖം മുതലായിട്ടുള്ള വാദ്യവിശേഷങ്ങളും. സഹസൈവ അഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവൽ, പെട്ടെന്ന് ഈ ശബ്ദങ്ങളുടെ ഒരു ഘോഷം. ശംഖ് മാത്രമല്ല, അതിനുശേഷമുള്ള പെരുമ്പറ ശബ്ദം, ഉറക്കുള്ള ആ മേളവാദ്യങ്ങൾ, ആ ഘോഷം വന്നോടുകൂടിയിട്ട് ആ അന്തരീക്ഷം അങ്ങട് ഭയാനകാരി എന്നാ പറഞ്ഞ ശബ്ദത്തെ കൊണ്ട് ശബ്ദ തുമുലോഭവൽ, ആ മാറ്റിരിക്കൊള്ളുന്ന ശബ്ദം ആ അന്തരീക്ഷത്തില് കുരുക്ഷേത്രമായിട്ട് മാറിയത്. കുരുക്ഷേത്രമാണ്. അവിടെ അധർമ്മത്തിൻ്റെതായ ചളി എടുത്തുമാറ്റുന്ന ആ ശംഖ് കാഹളം, അതാണ് മാറ്റടിക്കൊണ്ട് അന്തരീക്ഷത്തില്. അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ആ ഭേരി, ആ ശംഖ് അതങ്ങൾ അന്തരീക്ഷത്തിൽ മാറ്റടിക്കൊണ്ട് ആ അന്തരീക്ഷം ആ കുരുക്ഷേത്രമായിട്ട് മാറി. ആ കുരുക്ഷേത്രത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്ന് പറഞ്ഞിട്ട് ആരാ രഥം തൊഴിച്ചുകൊണ്ട് ഇങ്ങനെ വരണു ഭഗവാൻ. ഭഗവാൻ അങ്ങോട്ട് വരികയാണ്. അർജുനൻ രഥത്തിലിരിക്കുന്നു, സാരഥിയായിട്ട് ഭഗവാൻ വെളുത്ത കുതിരകളെ കെട്ടിയിട്ടുള്ള ഒരു രഥത്തില് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ആ യുദ്ധക്കളത്തില് ശംഖനാദങ്ങൾ വഴങ്ങിപ്പോ മഹത്തായിരിക്കുന്ന ഒരു സ്യന്ദനം തേര്, ആ തേരില് വെളുത്ത കുതിരകളെ കെട്ടിയിട്ട് ആ കുതിരകളെ തുളച്ചുകൊണ്ട് കൃഷ്ണൻ ജ്ഞാനമുദ്രയും ചാട്ടയും, ജ്ഞാനമുദ്രായ കൃഷ്ണായ, ജ്ഞാനമുദ്ര ഒരു കയ്യില്, മറ്റേ കയ്യില് ഒരു ചാട്ടയിട്ട ഭഗവാൻ. ഭഗവാന്റെ പിന്നിലായിട്ട് അർജുനന്റെ ആ ഇരിപ്പ്. അവരാ വിളിച്ചിങ്ങൾ പ്രവേശിക്കുകയും ഭഗവതിരിക്കുകയും. മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖോ പ്രദത്മതോ, ആ മാധവനും അർജുനനും രണ്ടുപേരും അവരുടെ ദിവ്യങ്ങളായിട്ടുള്ള ശംഖുകളെ ഊതി അവിടെ വെച്ചിട്ട് ആ ശംഖനാദം എന്താണ്? പാഞ്ചജന്യം ഋഷികേശം. ഋഷികേശൻ പാഞ്ചജന്യം എന്ന ശംഖിനെ, ഋഷികേശൻ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖിനെ വിളിച്ചു. ദേവദത്തം ധനഞ്ജയ, ധനഞ്ജയുണ്ട് അർജുനൻ ദേവദത്തം എന്നുള്ള ആ ശംഖിനെ. പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ പ്രബോധന, ഭീമകർമായമായിരിക്കുന്ന പ്രബോധനൻ, ചെന്നായവയറൻ പ്രബോധനൻ അല്ലെ ഭീമൻ. വലിയ വിശപ്പാത്ര. ഈ ചെന്നായിക്ക് ഭയങ്കര വിശപ്പ, എപ്പോഴും തരണം. ഭീമൻ അതുപോലെ എപ്പോഴും വിശപ്പ്, എപ്പോഴും കഴിക്കണം. നമുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഭീമന്റെ മൈനിൽ തന്റെ തടിയൊന്നുമില്ല, വിശപ്പ് ഭയങ്കരമാണ്. എപ്പോഴും കഴിക്കുക. പ്രമേഹം ഉണ്ടായവന് പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് കഴിക്കണം. പൗണ്ഡ്രം ദത്മോ മഹാശംഖം, പൗണ്ഡ്രം എന്നുള്ള മഹാശംഖത്തിനെ ഭീമകർമ്മ പ്രബോധന, ഭീമകർമായതായിരിക്കുന്ന പ്രബോധനൻ, മണിപൂത്രനായിരിക്കുന്ന ആ ഭീമൻ, അദ്ദേഹം ആ ശംഖിനെ വിളിച്ചു. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര, അനന്തവിജയം എന്നുള്ള ആ ശംഖിനെ കുന്തിപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ ഉറക്കെ വിളിച്ചു. നകുല സഹദേവശ്ച, നകുല സഹദേവന്മാര് സുഘോഷമണിപുഷ്പകോ, സുഘോഷം എന്നുള്ള ശംഖിനെ നകുലനും മണിപുഷ്പകം എന്ന ശംഖിനെ സഹദേവനും, എല്ലാവരും ശംഖ് വിളിക്കുകയാണ്. കാശ്യശ്ച പരമേശ്വാസ, പരമേശ്വാസമായിരിക്കുന്ന കാശിരാജാവ്, അതായത് വില്ലിൽ പരമനായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന കാശിരാജാവ്. ശിഖണ്ഡി ച മഹാരഥ, മഹാരഥനായിരിക്കുന്ന ശിഖണ്ഡി. ദൃഷ്ടദ്യുമ്ന, ദൃഷ്ടദ്യുമ്നൻ. വിരാടശ്ച, വിരാട രാജാവും. സാത്വികേശ്ച, സാത്വികയും. അപരാജിത, അപരാജനായിരിക്കുന്ന പരാജയ, അതായത് തോൽപ്പിക്കാൻ സാധിക്കാത്തതായ സാത്വികി, സാത്വികയുടെ വിശേഷണമായിട്ട്. ദ്രുപദശ്ച ദ്രൗപദേയാശ്ച, ദ്രുപദനും ദ്രൗപദേയാശ്ച, ദ്രൗപദിയുടെ പുത്രന്മാരും. സർവജശ്ച പൃഥിവീപദേ, എല്ലാവരും. ഓ സൗഭദ്രശ്ച മഹാബാഹു, അല്ലയോ രാജാവെ ധൃതരാഷ്ട്ര, അവരെല്ലാവരും
അവരുടേതായിട്ടുള്ള ശംഖുകളെ വിളിച്ചു എന്നായിട്ട് സഞ്ജയൻ പറയാണ്. സഘോഷോധാർത്തരാഷ്ട്രാണോ, അതിൻ്റെതായിരിക്കുന്ന ആ ഘോഷം, ശബ്ദം, ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയേ, ധാർത്തരാഷ്ട്രന്മാരുടെ, ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയത്തിനെ പിളർന്നു. സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് പിളർന്നു വെച്ചാൽ ഇങ്ങനെ പിളർക്കല്ല, സഹിക്കാൻ പറ്റാത്തത് ആ ശബ്ദം അന്തരീക്ഷത്തിലാണ് മാറ്റിക്കൊണ്ടു. ഭഗവാന്റെ ശംഖ്, അർജുനന്റെ ശംഖ്, ഭീമന്റെ ശംഖ്, അങ്ങനെ ശംഖ് വിളിച്ച് ആ ശബ്ദത്തെ കൊണ്ടങ്ങള് അന്തരീക്ഷം മാറ്റിക്കൊണ്ടപ്പോ ധാർത്തരാഷ്ട്രന്മാർക്കങ്ങള് ഇളകി വശായി. അവരുടെ ഹൃദയത്തിനെ അത് വേദനിപ്പിച്ചു. അങ്ങനെ ആ എന്താ പറയേണ്ട സമയത്തെ വിഷമവും ധൈര്യവും ദേഷ്യവും എല്ലാം കൂടിയിട്ട് അവരുടെ ഹൃദയത്തിനെ അതങ്ങൾ പിളർന്നു. നഭശ്ച പൃഥിവിയും ചെയ്വ തുബുലോഭ്യനുനാദിയിൽ, അവരുടെ ഹൃദയങ്ങൾ മാത്രമല്ല, നഭശ്ച പൃഥിവിയും ആകാശത്തും ഭൂമിയിലും അതിൻ്റെ മാറ്റൊലിയില്ലായി എന്നാ പറയും. അങ്ങനൊരു അന്തരീക്ഷം